സ്തോത്രം ചെയ്യുന്നു. प्रभु को धन्यवाद देता हूँ कि प्रभु हमको इस तरह का मौका दिया है. ഇന്ന് രാത്രിയില് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങള് വായിക്കുന്നു. आज का विषय के लिए 2 कोरिन्थियर 11 अध्याय उसका 2 और 3 पढ़ना चाहता हूँ. അതിങ്ങനെയാണ്: ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 2 और 3 पढ़ेंगे. क्योंकि मैं तुम्हारे विषय में ईश्वरीय दूर लगाए रहता हूँ, इसलिए कि मैंने एक ही पुरुष से तुम्हारी बात लगाई है कि तुम्हें पवित्र कुंवारी की नाई मसीह को सौंप दूं. परंतु मैं डरता हूँ कि जैसे सांप ने अपनी चतुराई से हवा को बहकाया, वैसे ही तुम्हारे मन और सिधाई और पवित्रता से जो मसीह के साथ होनी चाहिए कई भ्रष्ट न किए जाए. പൗലോസ് അപ്പോസ്തലൻ എല്ലായ്പ്പോഴും ദൈവഹൃദയത്തോടൊന്നായിരുന്നു. प्रेरित पौलोस हमेशा परमेश्वर के मन के साथ एक था. സഭയെക്കുറിച്ചുള്ളതായ ദൈവത്തിന്റെ കരുതൽ പൗലോസ് അപ്പോസ്തലൻ ഗ്രഹിച്ചിരുന്നു. और कलीसिया के विषय में, मंडली के विषय में प्रभु ने जो जो बातें सोच के रखा था, वो बातों के विषय में मन में हमेशा पौलोस ध्यान रखता था. സഭ ദൈവത്തിന് ഏറ്റവും വിലയേറിയ ഒന്നാണ്. क्योंकि कलीसिया प्रभु के लिए बहुत ही मूल्यवान है. ആ സഭയുടെ സവിശേഷതയും പ്രത്യേകതയും പൗലോസ് ഗ്രഹിച്ചിരുന്നു. इसके लिए पौलोस हमेशा कलीसिया का मूल्यता और कलीसिया कितना खास है करके ये सब बातें पौलोस समझ चुका था. അതുകൊണ്ടാണ് ദൈവത്തിന്റെ എരിവോടെ എന്നുള്ള പ്രയോഗം ഇവിടെ പ്രയോഗിച്ചേക്കുന്നത്. इसलिए यहाँ पर इस तरह लिखा है कि ईश्वरी धुन लगाते हुए, तो वो जानता था परमेश्वर का मन क्या है. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. पौलोस कहता है कि मैं तुम्हारे विषय में ईश्वरी धुन लगाए रहता हूँ. അപ്പോൾ ദൈവത്തിന്റെ ജനം എപ്പോഴും ദൈവത്തിന് ഒരു പ്രത്യേക സമ്പത്ത് തന്നെയാണ്. इस परमेश्वर का लोग बोले तो हमेशा प्रभु के लिए जो प्रभु के लोग हैं, वो प्रभु के लिए हमेशा खास लोग थे. അത് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തില് അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. निर्गमन का पुस्तक उसका 19वां अध्याय में हम एक शब्द को देखते हैं. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കുമെന്ന്. पढ़ेंगे 5. इसलिए अब यदि तुम निश्चय मेरी मानोगे और मेरी वाचा का पालन करोगे, तो सब लोगों में से तुम ही मेरी नीच धन ठहरोगे. आमेन. അപ്പോൾ ഒരു വ്യക്തി അവരുടെ അദ്ദേഹത്തിന്റെ സമ്പത്തിനെ കുറിച്ച് പ്രത്യേകം ശ്രദ്ധയുള്ളവനായിരിക്കും. एक व्यक्ति हमेशा जब उसके पास धन दौलत रहते समय में उस विषय में वो ज्यादा ध्यान लगाता है. പ്രത്യേകിച്ച് ബാങ്ക് ബാലൻസോ അതുപോലെ പ്രത്യേകമായ സമ്പത്തുണ്ടെങ്കിൽ പ്രത്യേകമായ ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കും. वो व्यक्ति का अगर बैंक बैलेंस में पैसा ज्यादा रहता है या कोई अलग अलग धन अलग अलग जगहों पर कोई मिराज रहेगा, तो जायदाद रहेगा, तो वो हमेशा उस पर ध्यान नजर रखता है. അത് ഞാൻ പറഞ്ഞത് മാനുഷിക വശമാണ്. और मैं मनुष्य रीति से मैं कह रहा हूँ. എന്നാൽ ദൈവത്തിന് തന്റെ ജനം ഒരു വലിയ സമ്പത്തായി ദൈവം കാണുന്നു. परंतु परमेश्वर जब अपने लोगों को देखते समय में वो एक खास और एक नीच धन के रीति से देखता है. അപ്പോൾ ദൈവത്തിന്റെ ലോകസ്ഥാപനത്തിന് മുൻപേ തിരഞ്ഞെടുത്ത ആ ജനം അവന് ഏറ്റവും വിലയേറിയവരാണ്. और प्रभु के लोग जो लोगों को प्रभु ने चुना है, वो संसार के निर्माण के पहले ही चुना है, इसीलिए वो लोग खास लोग हैं. യേശു കർത്താവും ഇതേക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്.
यूहन्ना का सुसमाचार का 17 अध्याय में प्रभु भी इस विषय में कहता है। അതായത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 24-ാം വാക്യം. उसका 24वां वाक्य में, പിതാവേ നീ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. 24 पढ़ेंगे। हे पिता, मैं चाहता हूँ कि जिन्हें तूने मुझे दिया है, जहाँ मैं हूँ वहाँ वे भी मेरे साथ हो, कि वे मेरी उस महिमा को देखें जो तूने मुझे दी है, क्योंकि तूने जगत की उत्पत्ति से पहले मुझसे प्रेम रखा. ഓക്കെ, ഇനിയും മറ്റൊരു വാക്യം കൂടി ഇതേ അധ്യായത്തിലുണ്ട്. 9-ാം വാക്യവും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. 9-ാം വാക്യം, वाक्य 9 भी पढ़ना चाहेंगे। ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടി അല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. 9 पढ़ेंगे। मैं उनके लिए विनती करता हूँ, संसार के लिए विनती नहीं करता हूँ, परंतु उन्हीं के लिए जिन्हें तूने मुझे दिया है, क्योंकि वे तेरे हैं. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപേ തിരഞ്ഞെടുത്തവരെ കുറിച്ചുള്ള അവരോടുള്ള സ്നേഹവും കരുതലും നമ്മുടെ യേശു കർത്താവിന്റെ ഉള്ളത്തിൽ എത്ര ശ്രേഷ്ഠകരമായിട്ടുണ്ടായിരുന്നു. तो जरा देखिए, संसार के निर्माण के पहले से ही चुने हुए लोगों का विषय में, ऐसे लोगों के विषय में प्रभु किस रीति से, खास रीति से उनके बारे में सोचता है। പിതാവ് തിരഞ്ഞെടുത്തവരെ, പിതാവ് സ്നേഹിച്ചവരെയും പിതാവിന്റെ ഉള്ളങ്ങളിൽ അതേ സ്നേഹത്തോടെ പുത്രനും സ്നേഹിച്ചു. तो जिस रीति से पिता ने जगत से लोगों को चुनकर पिता ने जितना प्रेम किया, उसी प्रेम से प्रभु यीशु मसीह भी वो लोगों से, चुने हुए लोगों से प्रेम करता है. അവരെ പക്ഷേ അവർ പാപികളായി പോയി, परंतु वो पापी बन गए, അവർ മത്സരികളായി പോയി, और वो लोग परमेश्वर के खिलाफ हो गए. അതെ, അവര് സാത്താന്റെ അധീനത്തിലായി പോയി, शैतान के अधीन हो गए. ഇത് മനസ്സിലാക്കിയാണ് യേശു കർത്താവ് താണിറങ്ങി വന്നത്. ये सब समझकर प्रभु यीशु मसीह भूमि में उतर कर आया. അവരുടെ പാപങ്ങളെല്ലാം തന്റെ മേൽ ഏറ്റപ്പോൾ ദൈവത്തിന്റെ ക്രോധാഗ്നി തന്റെ മേൽ വീഴുവാൻ ഈ കർത്താവിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. और ये प्रभु को इतना बड़ा मन था कि जब प्रभु ने चुने हुए लोगों का पाप को जब अपने ऊपर ले लिया, तो वो जानता था कि पिता का, परमेश्वर का पूरा क्रोध उनके ऊपर आएगा. वो है मालूम होकर भी वो बिना हिचकिचाए हम सबको ले लिया. അങ്ങനെ ക്രൂശിൽ വെച്ചാണ് അതെ പിതാവിനോടുള്ള ആദരവും പുത്രൻ വെളിപ്പെടുത്തിയത്. इस रीति से क्रूज पर था, पिता की ओर का जो आदर और इज्जत प्रभु करता था वो भी प्रकट किया. പിതാവിനോടുള്ള സ്നേഹവും വെളിപ്പെടുത്തി, നമ്മോടുള്ള സ്നേഹവും അവൻ ക്രൂശിൽ വെളിപ്പെടുത്തി. पिता से वो कितना प्रेम करता है प्रभु ने वो प्रकट किया क्रूस में, और हमसे कितना प्रेम करता है वो क्रूस में प्रकट किया. അതെ, പിതാവ് കൊടുത്ത പാനപാത്രത്തിലെ എന്തുണ്ടെന്നൊന്നും അവൻ ചോദ്യം ചെയ്യാതെ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയായിരുന്നു. पिता ने जो प्याला प्रभु को पीने के लिए दिया था, उस प्याला में क्या है, कितना है, क्या क्या है, ऐसा कुछ नहीं पूछते हुए, बल्कि एकदम खुशी से वो प्याला उन्होंने पी लिया. ഇത് പിതാവിനോടുള്ള സ്നേഹവും നമ്മോടുള്ള സ്നേഹവുമായിരുന്നു. ये पिता का और का प्रेम और हमारे लिए, हमारे और का प्रेम है. അപ്പോൾ പുത്രന്റെ ഉള്ളങ്ങളിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. तो पुत्र के मन में एक इच्छा था. ആ ആഗ്രഹം നമുക്കിവിടെ കാണാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തില്. वो യോഹന്നാ का सुसमाचार 17 का 11 जब पढ़ते समय में वहां पर हम देखते हैं. അതിന്റെ ഒടുവിലത്തെ ഭാഗത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ബി ഭാഗത്ത്, പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. उसका बी पार्ट में हम इस तरह हम पढ़ते हैं 11 का, हे पवित्र पिता, अपने उस नाम से जो तूने मुझे दिया है उनकी रक्षा कर, कि वे हमारी नाई एक हो. ഇങ്ങനെ യേശു കർത്താവും പിതാവും സഭയെ കുറിച്ചുള്ള എത്രമാത്രം കരുതുന്നു എന്ന് ഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. इस तरह पिता परमेश्वर और प्रभु यीशु मसीह कलीसिया के बारे में कितना सोचता है करके ये बात पौलोस अच्छी तरह से समझ गया. അപ്പോൾ ഈ സഭ എന്നും കർത്താവിന്റെ മാത്രമായിരിക്കണമെന്നാ ദൈവം ആഗ്രഹിക്കുന്നത്. और परमेश्वर का आग्रह यह है कि कलीसिया मंडली वो
वो हमेशा हर बात पर प्रभु पर ही आश्रय करे, प्रभु का ही बने रहे। അതുകൊണ്ടാണ് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു എന്ന് പറയുന്നത്. इसीलिए हम दूसरा कोरिन्थी 11 में हमने पढ़ा कि वो ईश्वरीय धुन से वो हमेशा वो चिंता करता था। എപ്പോഴും ദൈവം തന്റെ ജനത്തോട് ഇടപെടുമ്പോഴെല്ലാം ഈ തീഷ്ണത, അതിന് മലയാളത്തിൽ പറയുന്ന പദം തീഷ്ണത എന്നാണ്, ഇംഗ്ലീഷിൽ ജലസ് എന്നുള്ള പ്രയോഗമാണ്. और ये हमेशा एक उत्तेजना के साथ, ईश्वरीय धुन के साथ वो हमेशा उस तीव्रता से वो रहता था। ഓക്കെ, അത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ അത് കാണാൻ കഴിയും. वो निर्गमन का पुस्तक 20वां अध्याय में जब पढ़ते समय में वहां पर हम देखते हैं, അപ്പോൾ ദൈവം തന്റെ ജനവുമായിട്ടൊരു കരാറിലേക്ക് പ്രവേശിക്കുക. प्रभु अपना लोगों के साथ एक वाचा में प्रवेश करने जा रहा है। അതിനു മുൻപ് ദൈവത്തിന്റെ ജനം എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന നിലയിലായിരുന്നു ദൈവം ഇടപെട്ടിരുന്നത്. उस समय, उसके पहले तक परमेश्वर और प्रभु के लोग जब भी यहोवा को पुकारते समय में अब्राहम, इसहाक और याकूब का परमेश्वर बोलकर पुकारते थे। എന്നാൽ ഇവിടെ ദൈവജനവുമായി ദൈവം ഒരു കവനന്റ്, ഒരു നിയമത്തിലേക്ക് നിയമവുമായി ബന്ധപ്പെടാൻ പോവുകയാണ്. परंतु यहाँ पर निर्गमन 20वां अध्याय पढ़ते समय में वहां पर हम देखते कि उस समय में परमेश्वर के साथ प्रभु के लोग एक वाचा में बांधने के लिए प्रवेश करने जा रहे थे। ഇവിടെയാണ് ദൈവം തന്റെ ജനത്തോടുള്ളതായ ആ സ്നേഹം എത്ര തീവ്രമാണെന്ന് ഇവിടെ കാണിക്കുന്നത്. यहाँ पर परमेश्वर का प्रेम लोगों के ऊपर कितना गहराई से था और कितना उत्तेजना से भरा हुआ था, यहाँ पर हम देख सकते हैं। അതുകൊണ്ടാണ് 20-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അതിന്റെ ഒടുവിലത്തെ ഭാഗത്തില്, ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. वहां पर उसका 20 का 5 पढ़े, तो उनको दंडवत न करना और न उसकी उपासना करना, क्योंकि मैं तेरा परमेश्वर यहोवा जलन रखने वाला ईश्वर हूं। हाँ, मैं जलन रखने वाला ईश्वर हूँ। അപ്പോൾ ഈ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലും 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിലെ ആ വാക്യവും ഈ പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. തീഷ്ണത, എരിവ് എന്നുള്ള പദമാണ്. तो यहाँ पर जो अभी निर्गमन 20 का 5 में हमने जो पढ़ा कि यहोवा परमेश्वर जलन रखता है करके, उसी स्वर है, वही बात है जो पौलुस वहां पर दूसरा कोरिन्थियर 11 का 2 में जो ईश्वरी धुन बोला है, वो जलन का अर्थ में कहा गया है। അതിനെയും ഇവിടെ പുറപ്പാട് പുസ്തകത്തിലെ വിഗ്രഹവുമായുള്ള ബന്ധത്തിലാണ് പറയുന്നത്. और यहाँ पर तो निर्गमन 20 में जब पढ़ते समय में मूर्ति पूजा के विषय में वो बोला गया है। അപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം എപ്പോഴും തന്റെ ജനം തന്റേത് മാത്രമായിരിക്കണമെന്നാണ്. तो परमेश्वर का आग्रह हमेशा यही था कि उस परमेश्वर का लोग हमेशा प्रभु का ही, परमेश्वर का ही बने रहे। മറ്റൊന്നിലേക്കും അവർ പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. और कोई भी बात पर वो लोग जाए, ये इच्छा उनको नहीं था। അതുകൊണ്ടാണ് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറയുന്നത്. जिसके वजह से प्रभु ने कहा, परमेश्वर ने कहा था कि कोई भी मूर्तियां तुम लोग नहीं बनाना। ഇതേ ആഗ്രഹം തന്നെയാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. यही बात, यही इच्छा हम जब अब्राहम को परमेश्वर बुलाते समय में उत्पत्ति का पुस्तक 12 अध्याय में हम देखते हैं। അവിടെ ദൈവം പറയുന്ന ഒരു കാര്യം 1-ാം വാക്യത്തില്, നീ ചിലതെല്ലാം വിട്ടു പോകണമെന്നാ പറയുന്നത്. वहां पर 12 का 1 पढ़ते समय में वहां पर कुछ बातों को छोड़कर आना है करके प्रभु वहां पर कहता है। നിന്റെ ദേശത്തെ വിടണം, तुझे सबसे पहला अपना देश को छोड़ना है, നിന്റെ ചാർച്ചക്കാരെ വിടണം, अपना जन्मभूमि को बोलना है, അതെ, നിന്റെ പിതൃഭവനത്തെ വിടണം, अपना पिता का घर को तुझे छोड़ना है। അപ്പൊ ഇങ്ങനെ ഇതെല്ലാം വിട്ടിട്ട് വേണം ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറയുന്നത്. इस तरह ये सब बातों को छोड़कर बाहर निकलकर उस देश पे चलना है जहां पर यहोवा परमेश्वर उसे दिखाएगा। അബ്രഹാമായിട്ടും ഒരു എഗ്രിമെന്റിൽ വരുന്ന സമയത്ത് ചിലതെല്ലാം വിട്ടിട്ട്
ഞാൻ കാണിപ്പാനുള്ള ദേശത്തേക്ക് പോകാനാ പറയുന്നത്. अब्राहम के साथ जब वाचा बांधते समय में उसका शर्त ये था कि तुझे कुछ बातें छोड़ना होगा, तो ही तू उस देश में मैं दिखाऊंगा जहां पर मैं तुझे ले जाऊंगा. ഇതൊരു ഒരു 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 പുരുഷൻ താൻ സ്നേഹിക്കുന്ന സ്ത്രീ തൻ്റേത് മാത്രമായിരിക്കണമെന്നുള്ള ഒരു ആഗ്രഹം പോലെയാണ്. ये तो उस प्रकार का आग्रह है जैसा एक पुरुष अपने ही पत्नी से प्रेम करते समय में या अपने ही स्त्री से प्रेम करते समय में वो स्त्री और कोई अन्य पुरुष पर नजर नहीं रखे, बल्कि उसका खुद का पुरुष पर ही नजर रखकर प्रेम करे, ऐसा स्वभाव है ये. ഓക്കെ, അതേ ആ ചിന്തയോട് കൂടെയാണ് സംഖ്യാപുസ്തകം 5-ാം അധ്യായത്തിലെ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. इसी मनोभावना में हम पढ़ते हैं संख्या पुस्तक गणना या नंबर्स 5वां अध्याय में. അതായത് ഒരു ഭാര്യയെ ഭർത്താവ് സംശയിക്കുന്നു. जब एक पत्नी को एक पति अपना पत्नी पर जब शक करता है, എന്നിട്ട് അവളുടെ പവിത്രത തെളിയിക്കുകയാണ്. और फिर ये वहां पर पत्नी अपना पवित्रता को वो साबित करती है. അപ്പോൾ ഇത് ഇങ്ങനെ പഴയ നിയമത്തിൽ കാണിച്ചിട്ടുള്ളത് ദൈവത്തിന്റെ ജനം എത്ര ഏകാഗ്രതയുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ്. तो यहाँ पर इसके लिए पुराने नियम में ये सब बातें इस रीति से लिखा गया है, ये बात बताने के लिए परमेश्वर के लोग कितना एक मन के साथ और गंभीर रीति से बातों को देखना चाहिए. ഇവയെല്ലാം ഗ്രഹിച്ചുകൊണ്ടാണ് പൗലോസ് കൊരിന്ത് ലേഖനത്തിൽ പറയുന്നത് ഞാന് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു എന്ന്. ये सब बातें समझकर पौलुस यहाँ पर 2 कोरिन्थियों 11 में 2 में कहता है कि ईश्वरीय धुन लगाते हुए वो ईश्वरीय जलन के साथ मैं तुम्हारे पीछे हो रहा हूँ. കാരണം ക്രൂസിൽ വെളിപ്പെടുത്തിയത് ദൈവസ്നേഹമാണ്. क्योंकि क्रूस में जो प्रकट हुआ वो परमेश्वर का प्रेम था. അതോടൊപ്പം തന്നെ ദൈവത്തിന് പാപത്തോടുള്ളതായ വെറുപ്പും ക്രൂസിൽ ദൈവം വെളിപ്പെടുത്തി. और उतना ही नहीं, परमेश्वर ने जब उस क्रूस में परमेश्वर पाप से बहुत नफरत करता है करके वो भी प्रकट हुआ. അപ്പൊ തന്റെ ജനത്തോടുള്ള സ്നേഹവും അവര് ചെയ്ത പാപത്തോടുള്ളതായ വെറുപ്പും രണ്ടും ദൈവം ക്രൂസിൽ വെളിപ്പെടുത്തുകയുണ്ടായി. वो परमेश्वर अपने लोगों से बहुत प्रेम करता है और वो प्रेम से पाप से वो नफरत करता है. ये दोनों बातों को या ये दोनों भावनाओं को परमेश्वर ने क्रूस में प्रकट किया. അതുകൊണ്ടാണ് അബ്രഹാം പോയിടത്തൊക്കെ യാഗപീഠം ഉണ്ടായിരുന്നു. इसके वजह से अब्राहम जिधर भी जाता था वो हमेशा वेदी बनाकर जाता था. അബ്രഹാം എല്ലാ ദിവസവും ആ യാഗത്തിലെ അഗ്നി കാണുമായിരുന്നു. और अब्राहम रोज उस वेदी का जो जलने वाला आग को वो देखता था. അതെ, എന്റെ പാപമെല്ലാം വെന്തെരിഞ്ഞ ഒരു സ്ഥാനമാണ് ആ യാഗപീഠം എന്ന് അബ്രഹാം ഗ്രഹിച്ചിരുന്നു. और अब्राहम ने ये ग्रहण किया था, ये समझ चुका था कि वो आग जो जल रहा है वो मेरा पाप जल रहा है करके वो समझ गया. ഇതുപോലെയാണ് നമുക്കും വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിലേക്ക് നോക്കാൻ കഴിയുന്നത്. इसी अर्थ से और इसी रीति से हम लोग हमारा विश्वास का नायक और पूरा करने वाला प्रभु को देखने को होता है. അതെ, 2000 വർഷങ്ങൾക്ക് മുൻപേ തന്നെ എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ പാപങ്ങളുടെയും ശിക്ഷാവിധി എന്റെ കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുത്തിരിക്കുന്നു. 2000 साल पहले ही जब प्रभु क्रूस में जब मुझे लेते समय में मेरे जीवन में आने वाला जितना भी पाप थे और आ सकता है आगे, वो सब प्रकार के पापों को प्रभु ने क्रूस में उठा लिया. അതുകൊണ്ടാണ് എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നത്, അതെ, നിങ്ങള് മടുത്തു പോകരുത്, വിശ്വാസത്തിന്റെ നായകന്റെ മുഖത്ത് നോക്കാൻ പറയുന്നു. इसके वजह से वहां पर इब्रानियों को पुस्तक 12 का 3 में पढ़ते समय में तुम लोग इस रीति से तुम लोग हिम्मत नहीं हारना, बल्कि उस याजक की ओर, महायाजक की ओर, प्रभु यीशु मसीह की ओर तुम लोग ताकते रहना, निराश नहीं होना. 12-ാം വാക്യത്തിൽ കാണുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളാൻ പറയുന്നു. 12 का 3 पढ़ेंगे. इसलिए उस पर ध्यान करो जिसने अपने विरोध में पापियों का इतना वाद विवाद सह लिया कि तुम निराश होकर हियाव न छोड़ दो.
പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ അബ്രഹാം എങ്ങനെ യാഗാഗ്നിയെ കണ്ടിരുന്നുവോ അതുപോലെ നമുക്കും ഇന്ന് ക്രൂശിലേക്ക് നോക്കി അവിടെ എന്റെ പാപമെല്ലാം ദൈവത്തിന്റെ ക്രോധാഗ്നിയിൽ വെന്തെരിഞ്ഞ് അത് എന്റെ കർത്താവ് സഹിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വാസത്തോടെ കാണാം. और जिस तरह अब्राहम ने उस वेदी में जब वो आग जलते समय में अपना पाप खत्म हो गया करके जलकर राख हो रहा करके देखा, उसी तरह हम लोग सब लोग आओ उस कलवरी क्रूस की ओर देखे जहां पर प्रभु ने हमारा सारा पाप को जलाकर राख कर दिया है. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തില് ഇങ്ങനെയുണ്ട്. 15-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു, അത് അവനെ നീതിയായി കണക്കിട്ടു എന്നാണ്. इब्रानियों का पुस्तक उत्पत्ति का पुस्तक 15 अध्याय उसका 6 जब पढ़ते समय में वहां पर हम देखते हैं कि जब अब्राहम ने यहोवा पर जब विश्वास किया तो वो विश्वास क्या हो गया, वो उसके लिए धर्म गिना गया. ഓക്കെ, ഇനിയും ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് എന്ന് കാണുന്നു. और उसी रीति से हमने इब्रानियों का पुस्तक गलातियों का पुस्तक 3 अध्याय जब पढ़ते समय में गलेशियंस 3 में वहां पर हम पढ़ते हैं कि अब्राहम के ऊपर जो आया हुआ जो आशीष है वो अन्य जातियों के ऊपर आया. നോക്കണം, ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുമ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ തന്റെ മുഴു ജനത്തെയും കണ്ടിരുന്നു. तो जब परमेश्वर जब अब्राहम को उस देश से जब बाहर निकालते समय में वो उसी समय में अब्राहम में सारा जातियों को सारा लोग को देख लिया था. Praise the Lord. അപ്പോൾ അബ്രഹാമിനെ നീതീകരിച്ചതുപോലെ ദൈവം തിരഞ്ഞെടുത്ത എല്ലാവരെയും ക്രിസ്തുവിൽ നീതീകരിച്ച് അവരെ വിശുദ്ധരായി നിർത്തണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. जिस तरह अब्राहम को परमेश्वर ने धर्मी करके गिना या ठहराया गया, उसी तरह मसीह में विश्वास करने वाले सभी लोगों को धर्मी ठहराने का अवस्था प्रभु ने देख लिया था. അതുകൊണ്ടാണ് ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ നിമിത്തം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നൊരു പ്രയോഗമുണ്ട്. जिसके वजह से हम उत्पत्ति का पुस्तक में पढ़ते समय 12 अध्याय में वहां पर जब प्रभु उसको आशीष करते समय में तेरे कारण अन्य जाति को भी आशीष मिलेगा करके हम पढ़ते हैं. 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിന്റെ ഒടുവിലായിട്ട് ഇങ്ങനെയുണ്ട്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. और वहां पर उत्पत्ति का पुस्तक उसका 12 अध्याय उसका 3 में हम पढ़ते हैं कि 3 पढ़ेंगे, और जो तुझे आशीर्वाद दे उन्हें मैं आशीष दूंगा, और जो तुझे कोसे उसे मैं शाप दूंगा, और भूमंडल के सारे कुल तेरे द्वारा आशीष पाएंगे. भूमंडल के यानी कि जगत के सारे लोग अन्य जाति लोग भी तेरे कारण आशीष होंगे. ദൈവം അബ്രഹാമിനെ നോക്കിയിട്ട് അബ്രഹാമിനെ മാത്രമല്ല പിന്നെയോ തന്റെ പുത്രനിലൂടെ വീണ്ടെടുക്കപ്പെടുന്ന എല്ലാവരെയും ദൈവം അന്നേ കണ്ടിരുന്നു. परमेश्वर जिस रीति से अब्राहम को जब आशीष करते समय में वो सिर्फ अब्राहम को ही परमेश्वर ने नहीं देखा था, बल्कि एक दिन भविष्य में जब अपना पुत्र जब आएगा क्रूस में बनने के लिए, बलिदान के लिए, उस बलिदान के द्वारा वो सभी लोगों को या फिर अन्य जातियों को भी उन्होंने देखा था. അവരെല്ലാം ക്രിസ്തുവിൽ നീതീകരിക്കണമെന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. और प्रभु अपने ये चुने हुए लोगों को मसीह में उनको भी धर्मी ठहराए, ये उनका इच्छा था. അവർ പാപം ചെയ്തു, അവര് ദൈവത്തോട് ശത്രുത്വമുള്ളവരായിരുന്നു. वो लोग पाप कर बैठे थे और परमेश्वर के खिलाफ वो लोग शत्रु थे. അവര് ദൈവഹൃദയത്തെ വേദനിപ്പിച്ചവരായിരുന്നു. परमेश्वर का मन को वो लोग ने दुख पहुंचाया था. അവരോട് ദൈവത്തിന് അവര് വാസ്തവത്തിൽ കോപത്തിന്റെ പാത്രങ്ങളായിരുന്നു എന്നാണ് എഫെസ് ലേഖനത്തിൽ പറയുന്നത്. और एफेसो का पुस्तक में पढ़ते हैं कि हम क्रोध के कटोरे थे. എന്നാല് ആ കോപമെല്ലാമാണ് ക്രൂശിൽ ദൈവം ചൊരിഞ്ഞത്. और वही क्रोध था परमेश्वर ने पूरा क्रूस पर उंडेल दिया. അവിടെ ദൈവകോപം എരിയുകയായിരുന്നു. वहां पर परमेश्वर का क्रोध क्रूस में जल रहा था. അത് പുത്രൻ സന്തോഷത്തോടെ സഹിച്ചു. और पुत्र ने वो सब बात को आनंद से सह लिया. അതെല്ലാം സഹിച്ചത് നമ്മോടുള്ള
സഹിച്ചത് നമ്മോടുള്ള സ്നേഹം നിമിത്തമായിരുന്നു. और पुत्र को इस रीति से आनंद से हमारे लिए सहने का कारण इसलिए था क्योंकि वो हमसे प्रेम करता था. ഈ രീതിയിലുള്ള ഒരു സ്നേഹമാണ് ദൈവജനത്തോട് ദൈവത്തിനുള്ളത്. इस तरीके का या इस तरह का प्रेम है परमेश्वर अपना लोगों से करता है. അതുകൊണ്ടാണ് ദൈവജനം അല്പമെങ്കിലും ദൈവത്തെ വിട്ടു പോകുമ്പോൾ ദൈവഹൃദയത്തിന് വേദനയാണ്. इसलिए जब भी परमेश्वर के लोग प्रभु का जन थोड़े देर के लिए या थोड़े क्षण के लिए भी अगर परमेश्वर को छोड़ अगर चले जाएंगे तो परमेश्वर जलन से रहता है. അതെ, ഇസ്രായേൽ ജനം വിഗ്രഹത്തിലേക്ക് പോയപ്പോൾ ദൈവത്തിന്റെ ഒരു നിലവിളി പോലാണ് നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം കാണാൻ കഴിയുന്നത്. हम लोग जब परमेश्वर का लोग इस्राएल लोगों ने जब प्रभु को छोड़कर गया तो हम देखते हैं कि परमेश्वर वहां पर चिल्ला रहा था, जिसके जो अवस्था हम लोग ऐसे है पहला अध्याय में हम पढ़ते हैं. ഞാൻ നിലവിളി എന്നുള്ള പദം ഉപയോഗിച്ചത് പോരാ, കാരണം ദൈവഹൃദയത്തിലെ ആ വേദനയാണ് അവിടെ വെളിപ്പെടുന്നത്. यानी कि परमेश्वर वहां पर अपना हृदय फूट कर वो चिल्ला रहा था, क्योंकि परमेश्वर का मन में जो दुख था वो दुख है पहला अध्याय में हम देखते हैं. അതിന്റെ യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും വിളിക്കുകയാണ്. वहां पर वो पहला अध्याय का दूसरा वाक्य में परमेश्वर वहां पर स्वर्ग यानी आकाश और पृथ्वी को बुला रहा है. ആരോട് ഈ വേദന എന്ന് പറയും എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. हम सोच बैठेंगे कि किसको परमेश्वर इस तरह से अपना दुख बांट रहा है. അതെ, ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ തന്റെ ജനം എപ്പോഴും തന്റേത് മാത്രമായിരിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. क्योंकि परमेश्वर का आग्रह यही है कि परमेश्वर का लोग हमेशा परमेश्वर का ही बने रहना चाहिए. അതാണ് തീഷ്ണത എന്ന് പറയുന്നത്. वही है जलन हम देखते हैं. അതാണ് പൗലോസ് 2 കൊരിന്ത്യർ ലേഖനത്തിൽ കാണുന്നത്. അതെ, ദൈവത്തിന്റെ എരിവോടെ ഞാനും എരിയുന്നു എന്ന് പറയുന്നത്. जिसके वजह से हम वहां पर 2 कोरिन्थियर 11:2 में हमने पढ़ा था, जहां पर हम पढ़ते हैं कि ईश्वरीय धुन लगा, यानी कि वो ईश्वरीय जलन से वो जल रहा था. അതെ, പഴയ നിയമത്തിലും ഇസ്രായേൽ മക്കള് ദൈവത്തെ വിട്ടു പോയ കാര്യം അത് ദൈവത്തിന് വിവരിപ്പാൻ ചില കാര്യങ്ങൾ ആവശ്യമായിരുന്നു. पुराने नियम में जब इस्राएली लोग जो परमेश्वर के लोग थे, जब वो लोग परमेश्वर से दूर हो जाते थे तो प्रभु उनको वर्णन करने के लिए कुछ बातों का इस्तेमाल करता था. അതെ, ആ ദൈവജനം ദൈവത്തെ വിട്ടു പോയപ്പോഴുള്ള ദൈവഹൃദയത്തിലെ വേദനയാണ് പ്രവചന പുസ്തകങ്ങളിൽ മുഴുവനും കാണുന്നത്. और परमेश्वर जब लोग ने परमेश्वर को जब छोड़ दिया था या त्याग दिया था, उस समय में परमेश्वर का हृदय में क्या क्या ठेस पहुंची, परमेश्वर कितना दुखी हुआ, वो बात का वर्णन है भविष्यवाणियों का पुस्तकों में हम देखते हैं. അതെ, അതിലെ ഹോശേയ പുസ്തകം നമുക്കറിയാം, ആ സംഭവവും നമുക്കറിയാം. और होशिया के पुस्तक में पढ़ेंगे तो वहां पर वो घटना को हम जानते हैं. അതെ, തന്നെ വിട്ടുപോയ ഭാര്യ, जिस तरह होशिया को उसका छोड़कर गया उसका पत्नी. അപ്പോൾ ദൈവം പറയുകയാണ്, ഹോശയോട് പറയുകയാണ്, നിന്നെ വിട്ടുപോയി അനേക ജാരന്മാരുടെ പിന്നാലെ പോയ ഭാര്യയെ വിളിച്ചുകൊണ്ട് വരാനാ പറയുന്നത്. और वहां पर इसलिए वहां पर होशिया को परमेश्वर वहां पर कहता है कि तुझे छोड़कर गया हुआ तेरा पत्नी और अन्य पुरुषों के पीछे गया उस पत्नी को तू वापस बुला कर ला. അതുപോലെ അതെ, എന്റെ ജനവും എന്നെ വിട്ടു പോയി എന്നുള്ള ദൈവഹൃദയത്തിലെ വേദനയാണ്. उसी रीति से वो क्यों ऐसा प्रभु बोल रहा था, क्योंकि प्रभु के लोग प्रभु को छोड़कर गया वो वेदना में वो दर्द में बोला. അത് ഹോശേയയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അത് കാണാൻ കഴിയുന്നുണ്ട്. और वो होशिया का पुस्तक पहला अध्याय वाक्य 2 जब पढ़ते समय में वहां पर हम देखते हैं. 2-ാം വാക്യം ഇങ്ങനെയാണ്, യഹോവ ഹോശേയോട്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കാം. ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നു. 2 पढ़े, 1 का होशिया. यहोवा ने होशे के द्वारा पहले बातें की. तब उसने होशे से यह कहा, जाकर एक वेश्या को अपनी पत्नी बना ले और उसके कुकर्म के लड़के वालों को अपने लड़के वाले कर ले, क्योंकि यह देश यहोवा के पीछे चलना छोड़कर वेश्या का सा काम करता है.
ഓക്കെ, ഇങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമെല്ലാം ദൈവത്തിന് തന്റെ ജനത്തോടുള്ള ആ അതിരറ്റ സ്നേഹം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. इस तरह हम पुराना नियम हो या नया नियम हो, परमेश्वर अपने लोगों के विषय में गहरा प्रेम परमेश्वर रखता हुआ बात को प्रकट किया है। കാരണം സ്വന്തം പുത്രനെ ആദരിക്കാതെയാണ് നമുക്ക് വേണ്ടി തന്നാണ് നമ്മെ സ്നേഹിച്ചത്. और परमेश्वर ने अपना प्रेम इस रीति से प्रकट करके दिखाया कि अपना एकलौता पुत्र को भी ना रख छोड़कर उन्हें भी बलिदान करके हमें बलिदान करके हमें बचाया। ഓക്കെ, ഇങ്ങനെയുള്ള ഈ കാര്യത്തെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർ വേർപെടുത്തും എന്ന് ചോദിക്കുന്നുണ്ട് റോമർക്ക് എഴുതിയ ലേഖനത്തില്. और ये बात को वो देखकर पहले पौलुस वहां पर रोमियो का पुस्तक 8वां अध्याय में वो पूछता है कि कौन है अब मुझे परमेश्वर का इस प्रेम से जो मुझे अलग कर सकता है। ഓക്കെ, നമുക്ക് ആ വാക്യം അറിയാല്ലേ? റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം. वहां पर रोमियो का पुस्तक 8 का 35 में हम पढ़ते हैं। ഓക്കെ, അതായത് ലോകത്തിലുള്ള ഒരു കാര്യവും ഈ ക്രിസ്തുവേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റരുത് എന്നാണ് പൗലോസ് ഗ്രഹിച്ചിരുന്നത്. और पौलुस ये बात समझ गया था, संसार का कोई भी चीज, दुनिया का कोई भी चीज ऐसा बातें हमें इस दुनिया में रहना नहीं चाहिए जो हमें मसीह के प्रेम से अलग करे। അതെ, ഇങ്ങനെ ഒരു ആഗ്രഹം ദൈവഹൃദയത്തിലുണ്ട്. इस तरह का गहरा आग्रह परमेश्वर का हृदय में है। അതുപോലെ പൗലോസ് അതുപോലെ ഗ്രഹിച്ചിരുന്നു. और पौलुस ने उस बात को वैसे ही ग्रहण किया था। അതുകൊണ്ടാണ് ഞാനും ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു എന്ന് പറയാൻ കാരണം. जिसके वजह से पौलुस को इस तरह बोल पाया कि मैं भी ईश्वरीय धुन लगाते हुए जलन से मैं ये कहता हूँ। ഓക്കെ, അപ്പോൾ ദൈവജനത്തിന്റെ ഇടയിൽ വാസ്തവത്തില് വീണ്ടും ജനിച്ച ദൈവത്തിന്റെ മക്കൾ അവര് വിഗ്രഹാരാധികളല്ല. वास्तव में जब परमेश्वर में जो नया जन्म पाए हुए विश्वासी लोग, वो लोग कोई भी मूर्ति पूजक नहीं है। എന്നിരുന്നാലും പൗലോസ് കർത്തൃമേശയെ കുറിച്ച് പറയുന്നതിന് മുൻപ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വിഗ്രഹാരാധന വിട്ടോടുവീൻ എന്ന്. और फिर हम पहला कोरिन्थी 10 का 14 में पढ़ते समय में वहां पर पौलुस एक बात कहता है कि तुम मूर्ति पूजा से तुम लोग बचे रहो, यानी कि उससे दूर भागो। എന്ന് വെച്ചാല് കർത്താവിന്റെ മേശ തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട്, നാം വിഗ്രഹാരാധികളെ അല്ല എന്നാണ്. यानी कि प्रभु का मेज ये बात प्रकट करके दिखाता है कि विश्वासी जो सच्ची में नया जन्म हुआ है वो लोग मूर्ति पूजक नहीं है। എത്ര ശ്രേഷ്ഠമേറിയ ഒരു അനുഭവത്തിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നേക്കുന്നത്. कितना श्रेष्ठ और गहरा अनुभव में प्रभु हमको लेकर आया है। ഓരോ കർത്താവിന്റെ ദിവസവും നാം ഒരുമിച്ച് കൂടി അപ്പം നുറുക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, एक एक पुनरुद्धान का दिन जब हम लोग एकत्र होते समय में, आराधना में आते समय में, प्रभु का मेज को जब हम भाग लेते समय में നാം ഈ ക്രിസ്തുവിന്റെ മരണത്തെ പ്രഖ്യാപിക്കുകയാണ്. हम लोग प्रभु के मृत्यु को, मसीह के मृत्यु को घोषणा कर रहे हैं। കാരണമുണ്ട്, അവിടെയാണ് ദൈവസ്നേഹം വെളിപ്പെട്ടത്. क्योंकि वहां पर था परमेश्वर का प्रेम प्रकट हुआ। അവിടെയാണ് എന്റെ പാപങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടായത്. और वहां पर था मेरा पाप का सारा प्रकार का पाप का हल वहां पर हुआ। അവിടെയാണ് ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്കായി നൽകിയത്. वहां पर था, क्रूस पर था, परमेश्वर ने अपना एकलौता पुत्र को भी रख ना छोड़कर मुझे बचाने के लिए अपना पुत्र को बलिदान किया। അതെ, ഇത് വർണ്ണിച്ചാൽ തീരുന്ന ഒരു സ്നേഹമല്ല. और ये प्रेम इतना गहरा है कि कितना भी वर्णन करेगा तो ये खत्म नहीं होता। ഈ അപ്പം നുറുക്കുന്നതില് അവിടെ വിവരിക്കാൻ കഴിയാത്ത സ്നേഹം നമുക്ക് അവിടെ കാണാൻ കഴിയും. Amen. जब उस रोटी को तोड़ते समय में उसके अंदर ही वर्णन से भी बाहर वाला प्रेम वहां पर प्रकट होता है। ഓക്കെ, അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. നെഗറ്റീവ് സെൻസില് അത് അല്ലെങ്കിൽ ഇങ്ങനെയാണ്, നാം വിഗ്രഹാരാധികളെ അല്ല. और उसका एक अर्थ में अगर हम देखा जाए तो हम लोग मूर्ति पूजक ही नहीं है। ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തില് പൗലോസ് ദൈവത്തിന്റെ എരിവോടെ എരിയുകയാണ്. और 2 कोरिन्थी 11 में जब वापस आते समय में वहां पर हम क्या देखते हैं कि पौलुस वहां पर ईश्वरीय जलन से जल रहा है.
ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. क्योंकि मसीह के लहू के द्वारा जो मूल दाम देकर खरीदे हुए लोग प्रभु के और खुद के लोग हैं। അതെ, അവർ രാജകീയ പുരോഹിത വർഗമാണ്. वो लोग राजकीय याजकों का समाज है। അതെ, അവര് പുതിയ നിയമ ശുശ്രൂഷക്കാരാണ്. वो लोग नए नियम के सेवक है। അവരെ ക്രിസ്തുവിനോട് കൂടെ വാഴേണ്ടവരാണ്. मसीह के साथ राज करने वाले लोग हैं। അവര് ക്രിസ്തുവിനെ പോലെ ആയിത്തീരേണ്ടവരാണ്. वो लोग मसीह के समान, मसीह के जैसे बनने वाले लोग हैं। അതെ, ഇനി വരുവാനുള്ള യുഗങ്ങളെല്ലാം അതെ ഈ പുത്രനോട് കൂടെ രാജ്യം പങ്കിടേണ്ടവരാണ്. और आने वाले युगानी युगों में वो लोग मसीह के साथ, ये पुत्र के साथ राज्य को बांटने में, राज्य को बांटकर मसीह के साथ वो लोग राज करेंगे। അതെ, ഇങ്ങനെ അനേക കാര്യങ്ങൾ തന്റെ ജനത്തിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. इस तरह बहुत से अनगिनत बातें प्रभु ने अपने लोगों के लिए तैयार किया है। അതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ ഒരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു കണ്ണ് കണ്ടിട്ടില്ല. അതെ, അവിടെ 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ലാത്ത കാര്യമാണെന്നാ പറയുന്നത്. और वहां पर 1 कोरिन्थी 2:9 में पढ़ते समय में वहां पर एक भाग ऐसा लिखा है कि परमेश्वर ने अपने लोगों के लिए ऐसा बात तैयार करके रखा है जो कोई भी मनुष्य का चित्त में, यानी किसी का मन में वो विचार भी नहीं आया हो, जो संकल्प से भी बाहर है, ऐसा महान महान चीजें परमेश्वर ने अपने लोगों के लिए तैयार कर रहा है, किया है। ഇത്ര വിലയേറിയവരാണ് ദൈവത്തിന്റെ ജനം. उतना मूल्यवान लोग है प्रभु के लोग। എന്നാൽ പഴയ നിയമത്തില് ദൈവജനം മാറിപ്പോയതുപോലെ പുതിയ നിയമത്തിലും ദൈവജനത്തിന് വിശ്വാസത്യാഗം സംഭവിക്കാം. परंतु पुराने नियम में जिस रीति से विश्वासी जो इजरायली लोग थे परमेश्वर पे शक कर विश्वासघात हुआ, उसी तरह नए नियम में भी ऐसा हो सकता है। ആർക്കും സംഭവിക്കാം. किसी के साथ भी हो सकता है। അതെ, പഴയ നിയമത്തില് ശലോമോന് ദൈവം 2 പ്രാവശ്യം പ്രത്യക്ഷനായിരുന്നു. हम देखते हैं कि शलोमोन को पुराने नियम में 2 बार प्रकट हुआ था। എന്നിട്ടും ശലോമോൻ തന്റെ ഭാര്യമാര് കൊണ്ടുവന്ന ദേവന്മാരുടെ അടുക്കലേക്ക് പോയി. फिर भी हम देखते हैं कि शलोमोन ने अपने अन्य पत्नियों को, जो अन्य राज्य से लाया था, जातियों से प्रेम करके उसने विवाह किया था, उस पत्नियों ने जब मूर्तियां लाया तो उस मूर्तियों के पीछे चला गया। അതെ, എത്ര ജ്ഞാനിയായിരുന്നു. बहुत ज्ञानी था एक समय में शलोमोन। ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യമാണ് പഴയ നിയമത്തിലെ കാര്യങ്ങൾ നമുക്ക് പുതിയ നിയമത്തിലെ ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. और यही तो है, इसलिए पुराने नियम की जो भी बातें हैं वो हमारा सबक के लिए और हमें ज्ञानी बनाने के लिए वो पुस्तक लिखा गया है। പുതിയ നിയമത്തിലും അതേ രീതിയിലുള്ള കാര്യം ദൈവജനത്തിന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. क्योंकि नए नियम में भी जो जैसा हादसा पुराने नियम के लोगों के साथ जो गलतियां वो लोग कर बैठे थे, वैसे ही गलतियां नए नियम के विश्वासियों के साथ भी हो सकता है। ഓക്കെ, ഇവിടെ എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം കാണും. एफेसियों का पुस्तक 5:5 पढ़ते समय में वहां पर हम इस तरह हम देखते हैं। അവിടെ പറയുന്നത് വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി എന്നാണ്. हाँ, वहां पर जो मूर्ति पूजा करने वाला, एफेसियों का पुस्तक 5:5 पढ़े। क्योंकि तुम यह जानते हो कि किसी व्यभिचारी या अशुद्ध जन या लोभी मनुष्य की जो मूर्त पूजने वाले के बराबर हाँ, है। तो लोभी मनुष्य जो मूर्ति पूजा करने वाले के बराबर है। ഓക്കെ, പുതിയ നിയമത്തില് ഒരു പക്ഷേ ഒരു വിശ്വാസി അക്ഷരികമായി വിഗ്രഹത്തെ ആരാധിച്ചില്ലെങ്കിലും ദ്രവ്യാഗ്രഹം അവനിൽ കടന്നുകൂടിയാൽ അവനെ വിഗ്രഹാരാധിയായിട്ടാണ് ഇവിടെ കാണുന്നത്. तो नए नियम के विश्वासी लोग को देखा जाए तो वो लोग भले ही शारीरिक रीति से कोई मूर्ति पूजा करता ना होगा या कोई मूर्ति के सामने दंडवत किया नहीं होगा, परंतु अब उसके अंदर लोभ होने का स्वभाव है, लालच का स्वभाव है, तो उसको मूर्ति पूजा का अवस्था दर्जा दिया गया, उसी के समान हो जाएगा। യേശു കർത്താവ് ഈ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള കാലങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അനേകരുടെയും സ്നേഹം തണുത്തു പോകുമെന്ന് പറയുന്നു. प्रभु जब अपने आगमन के बारे में चेलों को जब बोलते समय में वो एक बात कहते हैं कि अंत दिनों में बहुत लोगों का प्रेम ठंडा हो जाएगा। ഓക്കെ, ഇതുപോലെ വിശ്വാസിക്ക് വന്ന് സംഭവിക്കാം. उसी तरह विश्वासियों के जीवन में मंदता और ठंडाईपन आ सकता है। കർത്താവിനേക്കാൾ കൂടുതൽ സ്ഥാനം വേറെ ചിലതിനൊക്കെ കൊടുക്കുന്ന ഒരവസ്ഥ, ഒരധപ്പതനം ഏത് വിശ്വാസിക്കും വന്ന് ഭവിക്കാം.
यानी कि एक ऐसा अवस्था विश्वासियों के जीवन में कि प्रभु को छोड़कर और भी कोई बातों में वो लोग स्थान देना, मन लगाने का अवस्था हो सकता है। അതുകൊണ്ട് കൊരിന്ത് ലേഖനത്തിൽ ഒരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങള് വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീനാണ്. इसलिए हम लोग कोरिन्थियों का पुस्तक में पढ़ते समय में हम देखते हैं कि तुम अपने आप को जांचो कि तुम विश्वास में हो कि नहीं। ഒന്ന് കൊരിന്ത് ലേഖനം 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. पहला कोरिन्थी 16 का 13 में हम पढ़ते हैं वो वाक्य को। ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. 16 का 13 पढ़े। जागते रहो, विश्वास में स्थिर रहो, पुरुषार्थ करो, बलवंत हो, जो कुछ करते हो प्रेम से करो. നിങ്ങൾ 2 കൊരിന്ത്യർ 13-15 ആണോ? അതെ, 2 കൊരിന്ത്യർ 13-5. ഓക്കെ അതെ. നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ എന്നുള്ള ഒരു പ്രയോഗം. दूसरा कोरिन्थी 13 का 5 में है. ഓക്കെ അതെ. അതെ, വായിക്കാം നമുക്കത്. 13 अपने आप को परखो कि विश्वास में हो कि नहीं, अपने आप को जांचो, क्या तुम अपने आप विषय में यह नहीं जानते कि यीशु मसीह तुम में है. बस ഇങ്ങനെയുള്ള വിലയേറിയ ദൈവജനം എന്നും തങ്ങളെ തന്നെ പരിശോധിക്കണമെന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. इस तरह परमेश्वर के लोग जो परमेश्वर के लिए खास है, वो लोग हमेशा अपने आप को वो लोग जांचना चाहिए इस विषय में. പൗലോസ് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ദൈവഹൃദയത്തോട് ഒന്നായി നിലകൊള്ളുകയാണ്. क्योंकि पौलुस हमेशा प्रभु के आत्मा के मदद से प्रभु का हृदय के विचारों के साथ वो एक था. എന്നിട്ട് ദൈവജനം എത്ര വിലയേറിയവരാണെന്നും പൗലോസ് ഗ്രഹിച്ചു. यहाँ तक कि प्रभु के लोग कितने खास लोग हैं करके ये पौलुस समझ गया था. കാരണം ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. क्योंकि ये सभी लोग मसीह के बहुमूल्य लहू के द्वारा खरीदे गए हुए लोग हैं. അവരെ കുറിച്ചുള്ള ഒരു ആഗ്രഹം എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. प्रभु के लोगों के विषय में जो एक विचार है वो हम देखते हैं इब्रानियों का पुस्तक 13 का 20 में. നിത്യ നിയമത്തിന്റെ രക്തത്താൽ वहां पर 20-21 വാക്യം ഞാൻ വായിക്കാം. ഇങ്ങനെയാണ്, നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. पढ़ेंगे इब्रानियों 13:20-21. अब शांति दाता परमेश्वर जो हमारे प्रभु यीशु को, जो पेड़ों का महान रखवाला है, सनातन वाचा के लहू के गुण से मरे हुओं में से जिलाकर ले आया, तुम्हें हर एक भली बात में सिद्ध करे, जिससे तुम उसकी इच्छा पूरी करो, और जो कुछ उसको भाता है उसे यीशु मसीह के द्वारा हमें उत्पन्न करे, जिसकी बड़ाई युगानुयुग होती रहे. आमीन. അപ്പോൾ നമ്മെ ക്രിസ്തുയേശുവിന്റെ പുനരുത്ഥാനത്തിലൂടെ അവൻ നമ്മെ വീണ്ടെടുത്തു. हम देखते हैं कि मसीह का पुनरुत्थान के द्वारा उन्होंने हमें दाम देकर खरीदा. ഈ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. और हमारा परमेश्वर वो शांतिदाता है, शांति का परमेश्वर है. അതെ, അവന്റെ ഇഷ്ടം യേശുക്രിസ്തു മുഖാന്തരം നാം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. उनका इच्छा हम प्रभु यीशु मसीह के द्वारा वो बात को पूरा करे, ये परमेश्वर का इच्छा है. അതെ, ഒരു മാനുഷിക ശക്തിയാലല്ല, कोई मनुष्य सामर्थ्य से नहीं. അതിന്റെ മുഖാന്തരം എല്ലാം ക്രിസ്തു തന്നെയാണ്. उनका हमारे ओर से आने वाला सभी श्रोता का जो बल है वो यीशु मसीह होना चाहिए. ദൈവജനം ഇങ്ങനെ ആയിരിക്കണമെന്ന ദൈവത്തിന്റെ ആഗ്രഹം. परमेश्वर के लोग इस तरह प्रभु पर आश्रय करके जिए, ये परमेश्वर का आग्रह है. അല്പം പോലും വ്യതിചലിച്ചു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. कोई भी रीति से रास्ते से भटक ना जाए. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അക്ഷരികമായി വിഗ്രഹാരാധികൾ അല്ല എങ്കിലും ചിലപ്പോൾ
നമ്മൾ എഫെസ് ലേഖനത്തിൽ വായിച്ചതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് നാം വീണുപോകാൻ സാധ്യതയുണ്ട്. जैसा मैंने पहले भी कहा था, हम लोग स्वाभाविक रीति से, शारीरिक रीति से बाहर दिखाकर हम लोग मूर्ति के सामने मूर्ति पूजा हम लोग करते नहीं रहेंगे, परंतु एफेसियों 5:5 में हमने पढ़ा हुआ जो लोभ का स्वभाव है, लोभी मनुष्य, वो एक इस तरह का मूर्ति पूजा का स्वभाव है हमारे अंदर. അതെ, അവിടെ ദ്രവ്യാഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. वहां पर लोभी होने का स्वभाव के बारे में बोला गया है. അപ്പോൾ ഒരു പുതിയ നിയമ വിശ്വാസിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിനേക്കാൾ കൂടുതൽ ഏതെങ്കിലും സ്ഥാനം കൊടുത്താൽ അതെല്ലാം വിഗ്രഹമായി മാറാം. यानी कि नए नियम के विश्वासी को मसीह यीशु को छोड़कर कोई भी अगर मसीह से ज्यादा स्थान अगर कोई भी और चीज को अगर दे दिया तो वो विश्वासी मूर्ति पूजा कर सकता है. അതെ, ചിലപ്പോൾ ജോലി വിഗ്രഹമായി മാറും. कभी कभी जो काम करता है, जो नौकरी करता है, वो उसके लिए मूर्ति रहता है. അതെ, ചിലപ്പോൾ മക്കൾ വിഗ്രഹമായി മാറാം. कभी कभी कुछ लोगों के लिए अपना बच्चे ही उनका मूर्ति बन जाता है. ഏത് കാര്യവും വിഗ്രഹമായി മാറാം. इस तरह कोई भी बातें मूर्ति हो सकता है. അവിടെയെല്ലാം നമുക്ക് നോക്കാൻ ഒരു ഇടമുണ്ട്. അതെ, ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. इन सब जगहों पर हम परमेश्वर का एक स्वभाव को हम देखते हैं कि हमारा परमेश्वर जलन का परमेश्वर है. സ്വന്തം പുത്രനെ നൽകി നമ്മെ സ്നേഹിച്ചവനാണ്. वो उनका प्रेम इतना गहरा था कि उन्होंने अपने एक लौता पुत्र को भी अपने लिए रखना छोड़कर हमें बचाने के लिए अपना पुत्र को भी बलिदान किया. അതെ, ക്രൂശിൽ വാസ്തവമായി അവന്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി കാണിച്ചു. और क्रूस में प्रभु का, परमेश्वर का गहरा प्रेम, जो सच्चा प्रेम है, वो प्रकट करके दिखाया. പുത്രനെ ആദരിക്കാതെ നൽകിയ സ്നേഹം. और ऐसा एक प्रेम जो अपना पुत्र को भी ना रख छोड़ा बल्कि उनको ही बलिदान करके दिया. അവനെ തകർത്ത് കളവാൻ ഇഷ്ടം തോന്നിയ സ്നേഹം. परमेश्वर को ये इच्छा हुआ कि ये भाया कि अपना खुद का पुत्र को कुचले. അതെ, ഇങ്ങനെ ഉള്ള സ്നേഹം ഗ്രഹിച്ച പൗലോസാണ് പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. इस तरह का प्रेम को वो समझ जाने के बाद पौलुस 2 कोरिन्थ 11 में कहता है, मैं ईश्वरीय धुन या ईश्वरीय जलन से मैं ये बात कहता हूँ. ഓക്കെ, ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് കൂടുതലായി പ്രകാശിപ്പിച്ചു തരട്ടെ. ये सब बातों को ये परमेश्वर पवित्र आत्मा और भी गहराई से हमको समझा कर दे. ഈ അന്ത്യകാലത്ത് ഇത് ഏത് അതെ നമ്മുടെ സ്നേഹവും വിശ്വാസവും തണുത്തു പോകാതിരിക്കാൻ നമുക്ക് കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കാം. और ये हम अंतिम समय में जी रहे हैं. इस अंतिम समय में हमारा प्रेम परमेश्वर की ओर ठंडा ना होते हुए पूरा सच्चा मन से बने रहने के लिए प्रभु की ओर हम अपना मन लगाए. എബ്രായ ലേഖനം 13:21 നമ്മൾ വായിച്ചത് യേശുക്രിസ്തു മുഖാന്തരം എല്ലാം നമ്മിൽ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. जैसा हमने इब्रानियों का पुस्तक उसका 13 का 21 में हमने पढ़ा था कि मसीह यीशु के द्वारा परमेश्वर को ये इच्छा है कि उनके द्वारा सब बातों का वो हमारे अंदर उत्पन्न करके उनका इच्छा को हमारे अंदर पूरा करे. ഓക്കെ, ഈ പിതാവിന് നമുക്ക് മഹത്വം കരയേറ്റാം. आओ इस पिता को हम महिमा करें. ഈ വിധത്തിൽ ഇത്രമാത്രം നമ്മെ സ്നേഹിച്ച ദൈവത്തിന് നമുക്ക് സ്തോത്രം കരയേറ്റാം. इस महान परमेश्वर को जिन्होंने हमसे इतना बड़ा प्रेम करके वो प्रेम दिखाया है, उस पिता को हम लोग धन्यवाद करके आराधना करें. ദൈവം നമ്മെ സഹായിക്കട്ടെ. प्रभु हम सबको सहायता करे. प्रेज द लॉर्ड.